മുംബൈ ദർപ്പൺ ചാനലിലേക്ക് എല്ലാവരെയും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു. ഈ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ അഭ്യർത്ഥിക്കുന്നു. ഒപ്പം അടുത്തുള്ള ബെല്ലൈക്കണും ക്ലിക്ക് ചെയ്യുക. അപ്പോഴെൻ്റെ പുതിയ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. ഇന്നത്തെ എൻ്റെ ഈ വീഡിയോയിൽ ശുക്രൻ്റെ രാശിമാറ്റവും അത് കർക്കിടകം രാശിക്കാരിൽ ചെലുത്തുന്ന പ്രഭാവങ്ങളെയും കുറിച്ചാണ് വിവരിക്കുന്നത്. ശുക്രൻ നിങ്ങളുടെ സുഖസ്ഥാനമായ 4-ഉം ലാഭസ്ഥാനമായ 11-ഉം ഭാവത്തിൻ്റെ അധിപനാണ്. 2024 ഡിസംബർ 28 രാത്രി ഏകദേശം 11:45 മണിക്ക് ശുക്രൻ മകരം രാശിയിൽ നിന്നും കുംഭം രാശിയിലേക്ക് രാശി മാറുന്നതായിരിക്കും. ഈ സമയത്ത് ശനിയും ശുക്രനോടൊത്ത് കുംഭത്തിൽ നിൽക്കുന്നുണ്ടായിരിക്കും. ശനിയും ശുക്രനും മിത്രഗ്രഹങ്ങളാണ്. കുംഭം രാശി നിങ്ങളുടെ 8-ാം ഭാവമാണ്. ഇവിടെ ശനി നിൽക്കുന്നതിനാൽ നിങ്ങൾ ഈ സമയത്ത് അഷ്ടമശനിയുടെ പ്രഭാവത്തിലാണ്. ശനി നിൽക്കുന്നത് സ്വരാശിയിലും മൂല ത്രികോണ സ്ഥാനത്തുമായ അതിനാൽ അഷ്ടമശനിയുടെ കൂടുതൽ പ്രഭാവങ്ങൾ ഉണ്ടാകുന്നതല്ലായിരിക്കും. എങ്കിലും ശനിയുടെ കുറച്ചൊക്കെ നെഗറ്റീവ് ഫലങ്ങൾ ഉണ്ടാകാനും സാധ്യതകളുണ്ട്. 8-ാം ഭാവത്തിലേക്കുള്ള ശുക്രൻ്റെ ഈ രാശിമാറ്റം കർക്കിടകം രാശിക്കാർക്ക് അധികം ശുഭഫലങ്ങൾ പ്രദാനം ചെയ്യുന്നതല്ലായിരിക്കും. കൂടാതെ നിങ്ങളുടെ രാശിയിൽ നിൽക്കുന്ന ചൊവ്വയും ശനിയും ശുക്രനുമൊത്ത് ഷടാഷ്ടക യോഗവും നിർമ്മിക്കുന്നുണ്ട്. കർക്കിടകം രാശി ചൊവ്വയുടെ നീചസ്ഥാനവുമാണ്. ഈ സമയത്ത് അപ്രതീക്ഷിത ധനാഗമനം ഉണ്ടാകുന്നതായിരിക്കും. സുഖസ്ഥാനാധിപൻ്റെയും ലാഭസ്ഥാനാധിപൻ്റെയും ദൃഷ്ടി ധനസ്ഥാനത്തും സുഖസ്ഥാനത്തും പതിക്കുന്നത് വരുമാനം വർദ്ധിക്കുവാൻ ഇടയാക്കുന്നതായിരിക്കും. പക്ഷേ ധനസ്ഥാനത്ത് ശനിയുടെ ദൃഷ്ടി പതിക്കുന്നത് കാരണം പൈസ സേവ് ചെയ്യാൻ സാധിക്കാതെ വരുന്നതുമായിരിക്കും. ശുക്രൻ്റെ 5-ാം ദൃഷ്ടി 12-ാം ഭാവത്തിൽ പതിക്കുന്നത് ചിലവുകൾ വർദ്ധിക്കുവാൻ ഇടയാക്കുന്നതായിരിക്കും. ഈ സമയത്ത് യാത്രകൾ കൂടുതൽ ചെയ്യുന്നതായിരിക്കും. ഇത് വിദേശ യാത്രകളാകാനും സാധ്യതകളുണ്ട്. യാത്രകൾക്ക് വേണ്ടിയും ചിലവുകൾ കൂടുതൽ ചെയ്യേണ്ടി വരും. ആശുപത്രി ചിലവുകളും വർദ്ധിക്കുവാൻ സാധ്യതകളുണ്ട്. പ്രോപ്പർട്ടികളുടെ ക്രയവിക്രയങ്ങൾ ചെയ്യുമ്പോൾ നല്ല ജാഗ്രത പുലർത്തണം. ഡോക്യുമെൻറ്റുകളും മറ്റും നന്നായി ചെക്ക് ചെയ്തിട്ട് വേണം തീരുമാനങ്ങൾ എടുക്കുവാൻ. അല്ലാത്തപക്ഷം പിന്നീട് ഡിസ്പ്യൂട്ടുകളും മറ്റും ഉണ്ടാകുവാൻ സാധ്യതകളുണ്ട്. മാതാവിൻ്റെ ആരോഗ്യത്തിൽ പ്രത്യേകം ശ്രദ്ധിക്കണം. 2-ാം ഭാവത്തിൽ ശനിയുടെയും ശുക്രൻ്റെയും ദൃഷ്ടി പതിക്കുന്നുണ്ട്. ഈ സമയത്ത് നിങ്ങളുടെ വാണിയിൽ നല്ല കൺട്രോൾ ഉണ്ടായിരിക്കണം. സംസാരവും പെരുമാറ്റവും മറ്റുള്ളവരെ ഹർട്ട് ചെയ്യുന്ന രീതിയിലാകാൻ പാടില്ല. അതുപോലെ കുടുംബത്തും മറ്റുള്ളവരുമായി വിവാദങ്ങൾ ഉണ്ടാകാതിരിക്കുവാൻ ശ്രദ്ധിക്കണം. ശുക്രൻ നിങ്ങളുടെ 8-ാം ഭാവത്തിൽ വർഷം 2025 ജനുവരി 28 വരെ നിൽക്കുന്നതായിരിക്കും. ഈ ഒരു മാസക്കാലം കർക്കിടകം രാശിക്കാർ എല്ലാ കാര്യങ്ങളും നല്ല ശ്രദ്ധയോടെ ധൃതി പിടിക്കാതെ സാവകാശം വേണം ചെയ്യുവാൻ. ആരുമായും വാദവിവാദങ്ങളിൽ ഏർപ്പെടാൻ പാടില്ല. നിങ്ങളുടെയും കുടുംബാംഗങ്ങളുടെയും ആരോഗ്യത്തിൽ ശ്രദ്ധ ചെലുത്തണം. അനാവശ്യ ചിലവുകൾ ഒഴിവാക്കണം. ഈ വക പ്രീകോഷൻസ് എടുക്കുകയാണെങ്കിൽ നെഗറ്റീവ് ഫലങ്ങളെ പോസിറ്റീവ് ആക്കുവാൻ കഴിയുന്നതായിരിക്കും. ജനുവരി 28 ശേഷം ശുക്രൻ നിങ്ങളുടെ ഭാഗ്യസ്ഥാനത്തേക്കായിരിക്കും രാശി മാറുന്നത്. അവിടെ നിന്നും ദൃഷ്ടി പതിക്കുന്നത് നിങ്ങളുടെ മേലും ആയിരിക്കും. അതിനാൽ ശുക്രൻ്റെ ശുഭഫലങ്ങൾ കൂടുതൽ പ്രതീക്ഷിക്കാവുന്നതാണ്. ഇതാണ് ശുക്രൻ്റെ കുംഭത്തിലേക്കുള്ള രാശിമാറ്റം കർക്കിടകം രാശിക്കാരിൽ ചെലുത്തുന്ന പ്രഭാവങ്ങൾ. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഇതുപോലെ ജ്യോതിഷ സംബന്ധമായ കൂടുതൽ വിവരങ്ങൾ അറിയുവാൻ വേണ്ടി എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ അഭ്യർത്ഥിക്കുന്നു. വീണ്ടും വേറൊരു വീഡിയോയിൽ കാണാം. അതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.